തുടങ്ങിക്കോ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين والمؤمنين. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. السلام ورحمة الله وبركاته. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് ഒന്നും കൂടി അല്ലെ ഖുർആൻ പഠനത്തിനൊരു എളുപ്പ വഴി സൂറത്ത് ആദിയാത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ബിദ്നില്ലാ. അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ലാണല്ലേ നമുക്ക് ഈ ഒത്തുകൂടല്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആക്കുക, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് എന്നും തുടർന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതും കരുതുക. ഓക്കെ, അപ്പോ സൂറത്ത് ആദിയാത്താണ്. അപ്പൊ അതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച സൂറത്തുകളിലൂടെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഗ്രാമറിലൂടെ ഒക്കെ ഒന്ന് പോകണം. എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, പോകാം. കഴിഞ്ഞ സൂറയില് നമ്മൾ സൂറത്ത് ഖാരിഅ പൂർത്തിയാക്കി അല്ലെ, സൂറത്തുൽ ഖാരിഅ. അപ്പൊ നമുക്ക് 3-4 പേർക്ക് മ്യൂട്ട് മാറ്റാനുള്ളത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ റഷീദ മാം? ഇപ്പൊ 2-3 പേരെ ആക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നജാത്ത് ഒന്നും ഇന്ന് കാണുന്നില്ല. സുമരിയ, നജാത്ത്, പിന്നെ ഐഷ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ട്. അവർ വളരെ ആഗ്രഹത്തോടെ പറയുന്ന ഒരാളാണ്. ഐഷാന്റെ കൂടെ എന്താണ് ഇത്ത? ഐഷ ഒപിന്നാ വന്നിട്ടുള്ളത്. അത് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ? ഐഷ ഒപി ഇല്ല. ഇല്ല. ഐഷ ജന്ന, ഐഷ ബീവി, ഐഷ ചെയ്യുന്നുണ്ടോ ഒരാരെങ്കിലും? ഇപ്പൊ നമ്മള് ബബിത ബി കെ എം, ഷിഹാന, റംല പരോൾ, സൂദ ബിപിനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ സൂറത്ത് ഖാരിഅ നോക്കാം. ഓക്കെ, അൽ ഖാരിഅതു മൽ ഖാരിഅ എന്താണ് അർത്ഥം? അൽ ഖാരിഅതു മൽ ഖാരിഅ. ആ ഭയങ്കര സംഭവം എന്താണ്? എന്താണ് ആ ഭയങ്കര സംഭവം? 2 പ്രാവശ്യം വരുന്നുണ്ട് ഖാരിഅ. ഓക്കെ, വമാ അദ്റാക മൽ ഖാരിഅ. റംലാത്ത് ഉണ്ടോ? നിനക്ക് എന്തറിയാം? വമാ അദ്റാക, നിനക്ക് എന്തറിയാം? മൽ ഖാരിഅ, ആ ഭയങ്കര സംഭവം എന്താണെന്ന്. ഓക്കെ, യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. ആർക്ക് പറയാം? പറയാത്ത ഒരാള് ഇങ്ങോട്ട് മാറ്റി പറഞ്ഞോളി. ഒരു ദിവസം മനുഷ്യർ പാറ്റകളെ പോലെ മനുഷ്യനാകും അല്ലെ? എങ്ങനെ പാറ്റകളെ പോലെ? എങ്ങനെ പാറ്റകൾ എങ്ങനെയായിരിക്കും? അൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ, ബറകല്ലാഹു ഫീക്കും ജമീഅൻ. അപ്പൊ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ മനുഷ്യനാകും അല്ലെ? യൗമൻ എന്ന് പറഞ്ഞ ഒരു ദിവസം, യകൂനുൻ നാസു മനുഷ്യനാകും, കൽ ഫറാശി. അപ്പൊ നോക്കിയേ, കൽ ഫറാശി, ഫറാശ് പാറ്റകൾ, എന്താണ് അർത്ഥം? പോലെ ഉണ്ടോ? കൽ ഫറാശിൽ മബ്സൂസ്. അപ്പം കൽ ഫറാശിൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ. ഓക്കെ, നെക്സ്റ്റ് വതകൂനുൽ ജിബാലു. അപ്പൊ നേരത്തെ യകൂനുൻ നാസ് പറഞ്ഞല്ലോ, ഇവിടെ തകൂനു കണ്ടോ, സ്ത്രീലിംഗമാണ്. അപ്പം വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂഷ്. ആർക്ക് പറയാം? ഞാൻ മൊത്തം മ്യൂട്ട് എടുത്ത് വിടട്ടെ? താല്പര്യമുള്ളവര് എല്ലാരും കൂടി ബഹളാവും അല്ലേ? ആർക്കെങ്കിലും ആൻസർ പറയണമെന്നുള്ളവര് ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ
ഇൻഷാ പറഞ്ഞു അല്ലാ. അങ്ങനെ ആക്കി കൊടുക്കുക. മതി, അത് ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും. അത് ചെയ്യില്ല, അത് ഓണാക്കിയിട്ട് പിന്നെ അവർ സംസാരിക്കും വേറെ. ശ്രദ്ധിക്കില്ല ഷിത മാം. അത് പലരും ഇപ്പൊ താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അവരെ ഹോസ്റ്റ് ആക്കാം. 2-3 പേര് ആക്കിയിട്ടുണ്ട്. റൈഹാനത്ത്, മുംതാസ് ബീഗം ഒക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ. വതകൂനുൽ ജിബാലു, വതകൂനുൽ ജിബാലു കൽ ഐനിൽ മൻഫൂഷ്. എന്തായിരിക്കും അർത്ഥം? ആർക്ക് പറയാം? കമ്പിളി രോമം പോലെ. ആ, വതകൂനുൽ ജിബാലു കമ്പിളി, അല്ലെ, ഏതുപോലെ? കൽ കേട്ടോ, കൽ ഐനി കമ്പിളി രോമം പോലെ. അപ്പൊ പോലെ എന്നുള്ള വേർഡ് ഏതാണ്? ആ അക്ഷരം അല്ലെ, ആദ്യം വെച്ചു കൊടുത്താല് കൽ ഫറാഷി കൽ ഐനി. കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കൽ ഫറാഷി പാറ്റകളെ പോലെ, കൽ ഐനി കമ്പിളി രോമം പോലെ. കമ്പിളി രോമം ഏതുപോലെയാണ്? അൽ മൻഫൂഷ്, അല്ലെ, فأما من ثقلت موازينه, فأما من ثقلت موازينه. എന്താ അർത്ഥം? ഭാരം തൂങ്ങിയോ? ആ, തുലാസുകൾ. അപ്പം തുലാസ് എന്നുള്ള വേർഡ് ഏതാ? മവാസീനു. അപ്പം തുലാസ് എന്ന് പറയുമ്പോ എന്താണ് വാക്ക്? മീസാൻ. ഓക്കെ, മീസാന്റെ ബഹുവചനമാണ് മവാസീനു. ഓക്കെ, മീസാനാണ് മവാസീനു ആയതല്ലേ? ക്ലിയർ ആണോ? മീസാൻ ഏകവചനം, ബഹുവചനം മവാസീനു. അപ്പൊ മവാസീനുഹു അവന്റെ തുലാസുകൾ, തഖുലത് തഖീലും ഭാരം, അല്ലെ, തഖുലത് ഭാരം തൂങ്ങി. ക്ലിയർ ആണോ? തഖുലത് ഭാരം തൂങ്ങി, മവാസീനു അവന്റെ തുലാസുകൾ. അപ്പൊ എന്തായിരിക്കും? ഫഹുവ ഫീ ഐശത്തിർ റാദിയ. എന്താ അർത്ഥം? അപ്പോഴാണ് ഒരു തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, അല്ലെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഭാരം തൂങ്ങുമ്പോൾ, തുലാസുകളുടെ ഭാരം തൂങ്ങുമ്പോൾ അവനൊരു തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെയും തൃപ്തികരമായ ജീവിതം തരിക തന്നെ ചെയ്യും, അല്ലെ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അമലുകളെങ്കിൽ തീർച്ചയായിട്ടും പരലോകത്തെ സ്വർഗത്തിന് മുമ്പ് തന്നെ നമുക്ക് ദുനിയാവിലും ഒരു സ്വർഗം അള്ളാഹു, അല്ലെ, നമുക്ക് ഉണ്ടാക്കി തരുന്ന ഹൃദയം കൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും സമാധാനം, ഒരു തൃപ്തികരമായ ഒരു ജീവിതം അള്ളാഹു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു. എന്താ അർത്ഥം? ആരുടെ തുലാസുകൾ ലഘുവായതായോ? ലഘുവായി, അല്ലെ? അപ്പം സകുലത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖഫ്ഫത്ത്, അല്ലെ? ഖഫ്ഫത്ത്, ലഘുവായി. അപ്പൊ അതിന്റെ യഥാർത്ഥ വീട് ഖഫീഫുൻ, അല്ലെ? ലഘു, ഭാരമില്ലായ്മ, ലഘുത്വമായുള്ള ഖഫീഫുൻ, അതാണ് ഖഫ്ഫത്ത്. അപ്പൊ ലഘുവായി. മവാസീനു, വീണ്ടും മീസാന്റെ ബഹുവചനം മവാസീനു, അവന്റെ തുലാസുകൾ. ഉമ്മുഹു ഹാവിയ. എന്താ അർത്ഥം? സങ്കേതം, ഹാവിയ. ഉമ്മിന്റെ അർത്ഥം എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഉമ്മൻ അർത്ഥം പറഞ്ഞേ. ഓരോരുത്തരായിട്ട് ആൻസർ പറയാം. ദയവായിട്ട് ഓരോരുത്തരായിട്ട് ആൻസർ പറയാം. ഒരാള് പറയുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ നിശബ്ദമായിരിക്കും. നല്ല കുട്ടികളല്ലേ? ഓക്കെ ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറൻ റഷീദ മാം. ഓക്കെ, ഉമ്മിന്റെ അർത്ഥം എങ്ങനെ? ഒരാൾ പറഞ്ഞു ഉമ്മിന്റെ അർത്ഥം. ഹസീന മാം, സ്ക്രീനിൽ ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴിയാണ് കാണുന്നത്. അല്ല, ഞാനിത് പുതിയ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. പഴയതിനെ ഒന്ന് ചോദിച്ചു പോയിട്ട് മനസ്സിലായോ? പക്ഷെ നിങ്ങൾ സാധാരണ പറയുന്നത് ഇവിടെ കാണും. പക്ഷെ അല്ല, ഇത് പുതിയ ചാപ്റ്ററാണ്. ഇത് പഴയത് ഞാൻ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്രീനൊന്നും കാണിക്കാതെ ചോദിച്ചത്. കാരണം ഈ സ്ക്രീൻ ഇരിക്കുന്നത് പുതിയ സൂറയാണ്. ഞാൻ ചോദിക്കുന്നത് പഴയതാണ് വിശദമാണ്. അതാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ, അവർക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. അപ്പൊ ഉമ്മുഹു, ഉമ്മിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എന്തറിയാം ഉമ്മിന്റെ അർത്ഥം? അഭയം, അല്ലെ? സങ്കേതം, മൂലം, ഇതിന്റെ കേന്ദ്രം, അല്ലെ? മലയാളത്തിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ തള്ളാന്ന് പറയും, അല്ലെ? പല സ്ഥലങ്ങളിലും ഉമ്മയ്ക്ക് ഈ തള്ളാന്നുള്ള വാക്ക് ഉപയോഗിക്കും. പഴയ ഉള്ള മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കും. ശരിക്കും അങ്ങനെ വളരെ അർത്ഥവത്തായ ആഴത്തിലുള്ള, അല്ലെ, ഉമ്മെന്നുള്ള വേർഡ് അത് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, അല്ലെ? അൽഹംദുലില്ലാഹ്. അപ്പം അവന്റെ സങ്കേതം എന്തായിരിക്കും? ഹാവിയ. അതെ, ഹാവിയ. അപ്പൊ വമാ അദ്റാക മാ ഹിയ,
അതെന്താണെന്ന് നിങ്ങൾക്ക് എന്തറിയാം അല്ലെ? ഹാവിയ എന്താണ്? നാറുൻ ഹാമിയ. എന്താ അർത്ഥം? ചൂടേറിയ നരകം. അഗ്നിയാണല്ലേ? നഊദുബില്ലാഹ്. നാറെന്ന് പറഞ്ഞാല് ആ ഒരു ചൂടേറിയ അഗ്നി, നരകത്തിലെ ആ അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? ആ തീ ചൂടേറിയ ഒരു അഗ്നിയാണ് നാറുൻ ഹാമിയ. അപ്പൊ ഉമ്മുന്റെ ബഹുവചനം ഉമ്മഹാത്തുൻ. ഉമ്മുൻ ഉമ്മഹാത്തുൻ. ഓക്കെ. പിന്നെ മീസാനുൻ മവാസീനു. ഇതിൽ പഠിച്ച വാക്കുകളാണ് കേട്ടോ. പിന്നെന്താണ്? ഫറാഷത്തുൻ ബഹുവചനം ഫറാഷുൻ. ഫറാഷത്തുൻ ഏകവചനം, ബഹുവചനം ഫറാഷുൻ. ജബലുൻ ബഹുവചനം എന്താണ്? ജബലുൻ ജിബാലുൻ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഗ്രാമർ കൂടെ ഒന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് അറിയാം, അറബിക് പദങ്ങളെ 3ആക്കി ഡിവൈഡ് ചെയ്തു. നാമം, അവ്യയം, ക്രിയ. നാമത്തിന് പകരം നിൽക്കുന്നത് നമ്മൾ പഠിച്ചു, അവയെ ആഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു അല്ലെ? റബ്ബുഹു റബ്ബുഹും, റബ്ബുക്ക റബ്ബുക്കും, റബ്ബി റബ്ബുനൊക്കെ പറഞ്ഞു. അവയും അതുപോലെ നമ്മൾ ആഡ് ചെയ്തു. ഫീഹി ഫീഹിം, ഫീക്ക ഫീക്കും, ഫിയ ഫീന ഫിഹ. ഫോർ എക്സാമ്പിളാ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഫിഅലിലേക്ക് കയറി, ക്രിയയിലേക്ക് കയറി. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി കാലവുമായി ബന്ധപ്പെട്ട അല്ലെ? സമയവുമായി, കാലവുമായി ബന്ധപ്പെട്ടത്. അത് നമ്മൾ പറഞ്ഞു. പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഒന്നാണ്, പിന്നെ എന്താണ്? കൽപ്പനയാണ്. അങ്ങനെ 3 വിഭാഗമാണ് അല്ലെ? അതിനെ മൊത്തത്തിൽ നമ്മൾ 21 രൂപങ്ങള് ക്രിയയിൽ പഠിച്ചു. അതിന്റെ ഫസ്റ്റ് ഭാഗമാണ് ഫതഹ. ഏതാണ്? നമ്മള് തുടക്കം നമ്മളെ വെർബ് ഫതഹ യഫ്തഹു ഗ്രൂപ്പാണ് അല്ലെ? അതെങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഫതഹ യഫ്തഹു എന്ന് പറഞ്ഞ فتحتم فتحت فتحنا يفتح يفتحون تفتح تفتحون أفتح نفتح. ഇനി കൽപ്പന ക്രിയ ഇഫ്തഹ് ലാ ഇഫ്തഹു. സോറി, ഇഫ്തഹ് ഇഫ്തഹു. വിരോധന ക്രിയ ലാ തഫ്തഹ് ലാ തഫ്തഹു. കർത്തൃനാമം കർമ്മനാമം ഫാത്തിഹുൻ മഫ്തൂഹുൻ ഫത്ഹുൻ. അപ്പൊ നമ്മള് അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പൊ അതിന് സ്ത്രീലിംഗം എങ്ങനെയാ പറയുന്നത് ബബിത? സ്ത്രീലിംഗം കൂടെ പറഞ്ഞേ. ഹിയ ഫതഹത് തഫ്തഹു. ഹിയ തഫ്തഹു. മാഷാ അല്ലാഹ് തഫ്തഹു. അപ്പൊ നമ്മള് ഫതഹ യഫ്തഹു പഠിച്ചു. അടുത്ത നമ്മൾ ഒരു പാറ്റേൺ പഠിച്ചു. ഏതാണ്? യദ്രിബു. അപ്പൊ നമ്മൾ ഫതഹ യഫ്തഹു പഠിച്ചപ്പോ അതിന്റെ കൂടെ കുറെ ആൾക്കാർ അതേ ഗ്രൂപ്പിൽ പെട്ടത് പഠിച്ചു. ഏതൊക്കെയാന്ന് പറഞ്ഞേ? ജഅല, ഫഅല, നഫഅ, ബഅസ, ലഅന, മനഅ, ജമഅ, ജമഅ, ذهب. മാഷാഅല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. പിന്നെ അപ്പൊ നമ്മൾ ഫതഹ യഫ്തഹു പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത ഏത് പഠിച്ചു? ളറബ യദ്രിബു അല്ലെ? അതിൽ ആരൊക്കെ ഉണ്ട്? ളറബ എങ്ങനെ പറയും ഒന്ന് പറഞ്ഞേ. അടുത്തൊരാൾ പറഞ്ഞേ. റംലാത്ത, മുംതാസ്. ضربت ضربتم ضربت ضربنا يضرب يضربون تضرب تضربون أضرب نضرب اضرب اضربوا لا تضرب لا تضربوا ضارب مضروب ضرب هي ضربت هي تضرب. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പൊ അല്ലെ? അപ്പൊ ضرب يضرب അല്ലെ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഫതഹ യഫ്തഹു, ضرب يضرب. നിങ്ങളത് കാണുന്നുണ്ടോ? ഇതിൽ കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫതഹ യഫ്തഹു ضرب يضرب അല്ലെ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ഏതാ? അപ്പൊ ضربയുടെ കൂടെ വരുന്ന ബാക്കിയുള്ള ആൾക്കാരൊന്ന് പറയാമോ? ആർക്ക് പറയാം? മലക്ക ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്ത് പഠിച്ചു അല്ലെ? പാറ്റേൺ ഇത്രയും രൂപങ്ങൾ എഴുതി പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സമിഅ യസ്മഉ അല്ലെ? ആണോ? അതെ. സമിഅ യസ്മഉ, സമിഅ യസ്മഉ. അപ്പൊ അതെങ്ങനെയാ പറയാ? ആര് പറയും? പുതുതായിട്ട് പഠിച്ചതാണ്. يسمع يسمعون تسمع تسمعون أسمع أسمع اسمع اسمعوا لا تسمع لا تسمعوا سامع مسموع سمع هي سمعت
هي تسمع. تسمع. جزاكم الله خير. بارك الله فيك. أحسنتي. أبو فتح يفتح، ضرب يضرب, سمع يسمع അല്ലെ. അപ്പൊ സമയയുടെ കൂടെ പഠിച്ച ആൾക്കാരാണ് ആലിമ അല്ലെ. സമയ കേട്ടു. അപ്പൊ അതുകൂടെ നിങ്ങൾ വെച്ചോണം. ആലിമ കേട്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു? അറിഞ്ഞു അല്ലെ. അറിഞ്ഞു. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. സമയ ആലിമ കേട്ടപ്പോ അറിഞ്ഞു അല്ലെ. പിന്നെ അടുത്ത നമ്മൾ ഏതാ അതിന്റെ കൂടെ വരുന്ന പാറ്റേണിൽ ഏത് പഠിക്കും? ആമില കേട്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ആമില കേട്ടോ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആമില. പിന്നെ റഹ്മ. അപ്പൊ ഇത് നാലും ഇങ്ങനെ ഒരു സെറ്റ് ആക്കി വെച്ചോണം. കാരണം നമുക്ക് ഒരേ പാറ്റേണിലെ ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സമയ കേട്ടു, പിന്നെന്താണ്? അലിമ അറിഞ്ഞു, പിന്നെന്താ? ആമില പ്രവർത്തിച്ചു. 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 മനസ്സിലാക്കിയല്ലോ പറയാന്? അൽഹംദുലില്ലാ, വേദനില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെയാണ് എത്തിയത്. അപ്പൊ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്ര പേരുണ്ട് ഇപ്പോ കുട്ടികള്? 169 ഉണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾക്ക് ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ പഠിക്കുന്ന വെർബുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ്, നമ്മളെ ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്തു പോവുക. ഇപ്പൊ ഫത്തഹ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ കൂടെ എത്ര പേരുണ്ട് അത് നമ്മൾ പറയുക. അടുത്ത ഗ്രൂപ്പ്, അങ്ങനെ ഓരോന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈസി ആവും. ഏത് വെർബ് കിട്ടിയാലും ഏതാണ് രൂപവും നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. ഓക്കെ. നമ്മൾ പുതിയ സൂറയിലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് 21, 100ാമത്തെ സൂറ, സൂറത്തുൽ ആദിയാത്ത്. ഓക്കെ. സൂറത്തുൽ ആദിയാത്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. എല്ലാവരും റെഡി ആണല്ലോ? റെഡിയാണ്. بسم الله الرحمن الرحيم. والعاديات ضبحا. والعاديات ضبحا. എന്താണ്? والعاديات ഓടുന്നവയാണ് സത്യം. വാവ് ഇവിടെ തുടക്കം കൊടുത്തിരിക്കുന്നത് എന്താണ്? സത്യം ഇടുന്നതാണ്, ആണ ഇടുന്നതാണ്. അല്ലാഹു എന്തോന്നിനെ പിടിച്ച് ആണ ഇടുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അവയെന്ന്. വൽ ആദിയാതി ദുബ്ഹാ. കിതച്ചുകൊണ്ട് ഓടുന്നവയാണ് സത്യം. എന്താണ്? കിതച്ചുകൊണ്ട്. ദുബ്ഹ കിതച്ചുകൊണ്ട്. കിതയ്ക്കുമ്പോ ഇങ്ങനെ ഒരു ഏരപ്പ് നമ്മൾ കേൾക്കും അല്ലെ, ആ ശബ്ദം ദുബ്ഹ. കിതച്ചുകൊണ്ട് ഓടുന്നവയാണ് സത്യം. ഫൽമൂരിയാതി ഖദ്ഹാ. ഫൽമൂരിയാതി ഖദ്ഹാ. എന്താണ്? അങ്ങനെ തീപ്പൊരി പറപ്പിക്കുന്നത്. എങ്ങനെ? ഖദ്ഹ ഉരസിക്കൊണ്ട്. ഉരസിക്കൊണ്ട് തീപ്പൊരി പറപ്പിക്കുന്നവ തന്നെയാണ് സത്യം. ഫൽമുഗീറാതി സുബ്ഹ. എന്നിട്ടോ അവ ആക്രമണം നടത്തുന്നു. ആക്രമിക്കുന്നു. എവിടെ? ആക്രമണം നടത്തുന്നു പ്രഭാതത്തിൽ. സുബ്ഹ. ഓക്കെ. സൗണ്ട് ഉള്ളൊരു മ്യൂട്ട് ചെയ്യണേ, ശബ്ദം വീണ്ടും. അപ്പൊ വൽ ആദിയാത്തി എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഓടുന്നവയാണ് സത്യം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു ജീവിയെ കൊണ്ട്, അതായത് കുതിരയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമിടുകയാണ്. എന്താ കാരണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, കുതിരയുടെ ആ കഴിവ്, അതിന്റെ ശക്തി, അത് അത്രയും അത് പുറത്തെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? തന്റെ യജമാനു വേണ്ടിയിട്ട്. അതായത് കുതിച്ചും കൊണ്ട്, കിതച്ചും കൊണ്ട്, ഓടി അതിശീഘ്രം കിതച്ച് പാഞ്ഞുകൊണ്ട്, ഓട്ടത്തിന്റെ വേഗതയിൽ അതിന്റെ കാലുകൾ കല്ലിൽ ഉരസി തീപ്പൊരി പാർപ്പിച്ചുകൊണ്ട്, തീപ്പൊരി പാറിക്കൊണ്ട് അല്ലെങ്കിൽ പറപ്പിച്ചുകൊണ്ട് കേട്ടോ, ശത്രുക്കൾ എഴുന്നേറ്റ് പുറത്തു വരുന്നുമ്പായി പ്രഭാത വേളയിൽ അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തിക്കൊണ്ട് കേട്ടോ. അങ്ങനെ ആ ആക്രമണം നടത്തുന്നവയെ കൊണ്ടെല്ലാം അല്ലാഹു സത്യമിടുകയാണ്. നോക്കാം എന്താണെന്നുള്ളത്. അപ്പോ എന്താണ്? അങ്ങനെ തീപ്പൊരി പറപ്പിച്ചുകൊണ്ട്, അത് കുളമ്പുകൾ കല്ലിത്തട്ടി ഉരസി അത് തീ പറപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ വേളയിലേക്ക്, അത് ശത്രുക്കളുടെ മധ്യത്തിലേക്ക് അത് കയറുമ്പോ അവിടെ എന്താണ്? മണ്ണുകൾ അല്ലെ, പൊടിയെ ഇളക്കി വിട്ടുകൊണ്ട്, അങ്ങനെ അവ അതിന്റെ പൊടിപടലത്തെ ഇളക്കി വിടുന്നു. എന്നിട്ടോ എന്നിട്ടവ
ശത്രു സംഘത്തിന്റെ നടുവിലേക്ക് അത് കടന്നു ചെല്ലുന്നു കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല കുതിരയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്? അള്ളാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയം മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് ലിറബ്ബിഹി ലകനൂദ്, നന്ദിയില്ലാത്തവനാണ്, നന്ദി കെട്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് പറയാണ്. കാരണം എന്താണ്? കുതിര തന്റെ യജമാനൻ കുതിരയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? അതിന് പുല്ല് കൊടുക്കും, അല്ലെ, വെള്ളം കൊടുക്കും, ആഹാരം കൊടുക്കും, അതിനെ സംരക്ഷിക്കും, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെ, ആ തന്റെ യജമാനന് വേണ്ടി ആ കുതിര ഇത്രയും എന്താണ് അതിന്റെ ശക്തി മുഴുവൻ കാണിച്ചുകൊണ്ട് അതിശീഘ്രം അത് പാഞ്ഞും കൊണ്ട് അതിന്റെ കാലുകളിലെ കുളമ്പുകൾ കല്ലിലുരസി തീപ്പൊരി പറപ്പിച്ചുകൊണ്ട് ശത്രുമധ്യത്തിലേക്ക് പൊടി പടലങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നവയെ എന്നുവെച്ചാൽ അതിന്റെ ആത്മാർത്ഥതയെ അള്ളാഹു കാണിക്കണം. ആ ജീവിക്ക് അതിന്റെ യജമാനനോട് എന്തുമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു. മനുഷ്യനെ നീ കാണ്, മനുഷ്യൻ നീ അതിലേക്ക് നോക്ക്, ആ ജീവിയുടെ ആത്മാർത്ഥത. കാരണം എന്താ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, കാരണം തീർച്ചയായും മനുഷ്യൻ തന്റെ യജമാനനോട് നന്ദി കെട്ടവനാണ്. കണ്ടോ? അതുകൊണ്ടാണ് മനുഷ്യന്റെ നന്ദികേടിനെ വിളിച്ചറിയിപ്പിക്കാൻ, അല്ലെ, വിളിച്ചറിയിക്കാൻ, അതിനെ സൂചിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൃഷ്ടിയെ പിടിച്ച് ആണയിട്ടുകൊണ്ട് പറയണം, അല്ലെ, കുതിരയെ നോക്ക്. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥത കുതിരയ്ക്ക് ഉണ്ട് തന്റെ യജമാനനോട്. എന്നാൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകി, അല്ലെ, അനുഗ്രഹിച്ച മനുഷ്യനാകട്ടെ തന്റെ യജമാനനോട്, തന്റെ റബ്ബിനോട് എത്രമാത്രമാണ് നന്ദി കാണിക്കുന്നത്? ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലെ, ഭൂമിയില് മനുഷ്യരും ജിന്നും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നു, സ്തുതിക്കുന്നു, അല്ലെ, തസ്ബീഹ് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. എന്നാൽ മനുഷ്യരിൽ അധികവും നന്ദി കെട്ടവർ മാത്രമാണ്, അല്ലെ. എല്ലാരും കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. മാഷാഅല്ലാഹ്. അതായത് കുതിരയ്ക്ക് അത്രമാത്രം സ്ഥാനമാണ് ഇസ്ലാമിൽ അള്ളാഹു കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ? ധർമ്മ സമരങ്ങൾക്ക് മുമ്പ് കാലങ്ങളില് യുദ്ധങ്ങൾക്ക് എന്താണ് ഇന്നത്തെ പോലെ യുദ്ധ സാമഗ്രികളൊന്നും പണ്ടില്ല, അല്ലെ. അവർക്ക് എന്താണുള്ളത്? കുതിരകളും ഒട്ടകങ്ങളും അങ്ങനെ ചെറിയ ചെറിയ ആയുധങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് അവരുടെ എന്താണ് ഈ യുദ്ധത്തിനുള്ള സാധനങ്ങൾ, അല്ലെ. യുദ്ധ സാമഗ്രികൾ വളരെ കുറവായിരുന്നു. എന്നാൽ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുതിരകൾക്ക്, ധർമ്മ സമരങ്ങൾക്ക് കുതിരകളെ സജ്ജമാക്കുന്നതിനും കുതിരപ്പയറ്റുകൾ പരിശീലിപ്പിക്കുന്നതിനും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇസ്ലാമിലെ ധർമ്മ സമരങ്ങൾക്ക് കുതിരകളെ സജ്ജമാക്കുന്നതിനും, കേട്ടോ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാരും, കുതിരകളെ സജ്ജമാക്കുന്നതിനും കുതിരപ്പയറ്റുകൾ പരിശീലിപ്പിക്കുന്നതിനും ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു. ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ കഴിയും പ്രകാരം ശക്തിയും കൊട്ടിഘോഷിപ്പിക്കുന്ന കുതിരകളെയും നിങ്ങൾ കെട്ടിപ്പോഷിപ്പിച്ച, അതായത് അതിനെ എന്താണ് അലങ്കരിച്ച് അതിനെ തയ്യാറാക്കിയെടുക്കുന്ന കുതിരയെയും നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്നും അള്ളാഹുവിന്റെ റസൂലും എന്താണ് പഠിപ്പിച്ചത്. അതായത് അതുമൂലം അള്ളാഹുവിന്റെയും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് ഭീതിപ്പെടുത്തുവാനും, അതായത് നമ്മൾ കുതിരകളെയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിനെ കെട്ടി ഒരുക്കിയൊക്കെ നിർത്തുമ്പോൾ ശത്രുക്കൾക്ക് അതുമൂലം എന്താണ് ഭയമുളവാക്കാൻ, മനസ്സിലായോ? അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഭീതിപ്പെടുത്താനും വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളൂ എന്ന് സൂറത്തുൽ അൻഫാലിൽ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. കേട്ടോ, മനസ്സിലായോ? ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ കഴിയും പ്രകാരം നിങ്ങളുടെ ശക്തിയും കുതിരകളെയൊക്കെ തയ്യാറാക്കി നിർത്തണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ശത്രുക്കളെ ഭയപ്പെടുത്താൻ. ഓക്കെ, അപ്പം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവന്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും, എങ്ങനെ? അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവന്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കുതിരയെ വല്ലവരും മുടക്കി വെച്ചാൽ, അതായത് അതിനുവേണ്ടി തയ്യാറാക്കിയാൽ, അതായത് അതിനുവേണ്ടി വയറ് നിറയ്ക്കുന്നതും അതിനുവേണ്ടി ദാഹം തീർക്കാൻ വെള്ളം കൊടുക്കുന്നതും ഒക്കെ
പ്രതിഫലമാണ്. മാത്രമല്ല അത് കാഷ്ടിക്കുന്നതും അത് മൂത്രിക്കുന്നതും എല്ലാം തന്നെ ഖിയാമത്ത് നാളിൽ അവരുടെ തുലാസിൽ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നു. ഇത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഹദീസ്? പലരും കേട്ടിരിക്കാം അല്ലെ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോ സൂറത്തിലൂടെ നമ്മൾ ഓരോ പോയിന്റുകൾ പഠിക്കണം. ഒരു ഹദീസ് അത് മുഖാന്തരം എത്രമാത്രം മഹത്വമാണ് അല്ലെ ഓരോ കാര്യങ്ങൾക്കും. അള്ളാഹു എന്തുകൊണ്ട് കുതിരയെ കൊണ്ട് ആണയിട്ടു അല്ലെ, എന്താ കുതിരയ്ക്കുള്ള പ്രത്യേകത ഇസ്ലാമില് എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണ്. എങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവന്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും ആരെങ്കിലും ഒരു കുതിരയെ മുടക്കി വെച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുടക്കി വെച്ചാൽ അതിന് വയറു നിറയ്ക്കുന്നതും ദാഹം തീർക്കുന്നതും അത് കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതും എല്ലാം തന്നെ ഖിയാമത്ത് നാളിൽ അവരുടെ തുലാസിൽ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തിരിക്കുന്നു. അഥവാ അതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിന്റെ ചലനങ്ങൾക്കും അതിന്റെ ചലനങ്ങൾക്കും അവർക്ക് പുണ്യം ലഭിക്കുമെന്നും അവയെല്ലാം അവരുടെ സൽക്കർമ്മങ്ങളായി ഗണിക്കപ്പെടുമെന്നും ആണ് ഇത് മുഖാന്തരം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഉത്തമ ഗുണങ്ങളോട് കൂടിയ കുതിരകളെ തയ്യാറാക്കി വെക്കാനുള്ള പ്രോത്സാഹനവും കുതിരകളുടെ ഉത്തമ ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്നുമുള്ള സൂചനയാണ് ഈ വാചകങ്ങൾ, ഈ ആയത്തുകളിലൂടെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് ഈ സത്യം മുഖേന അള്ളാഹു എടുത്തു കാട്ടുന്നത്. എന്താണ്? നിശ്ചയം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. കണ്ടോ? നിശ്ചയം മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി ഇല്ലാത്തവനാണ്. അപ്പൊ ഇതുവരെയാണ് നമ്മുടെ പോയിന്റ്, ഇന്നത്തെ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഒന്നേന്ന് നോക്കാം, കാരണം പരിചയമില്ലാത്ത വാക്കുകളാണ് അല്ലെ. വൽ ആദിയാതി ദുബ്ഹ. നോക്കിയേ, വൽ ആദിയാതി ദുബ്ഹ. ഈ ദുബ്ഹ എന്നുള്ള വേർഡൊക്കെ ഒരു പ്രാവശ്യം തന്നെയാണ് ഖുറാനിൽ വന്നിട്ടുള്ളത്. ദുബ്ഹ ഇതൊക്കെ ഒറ്റ തവണ വന്നിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പൊ വൽ ആദിയാതി ദുബ്ഹ, ഓടുന്നവയാണ് സത്യം. ഓക്കെ, വാവ് ആണെങ്കിൽ ആദിയാത്തി ഓടുന്നവയാണ് സത്യം. അപ്പൊ ദുബ്ഹ നമുക്ക് ഇങ്ങനെ കുതിര കിതയ്ക്കുന്ന ആ ഒരു ഫീലിംഗ് നമ്മൾ വെച്ചു കൊടുത്താൽ മതി. ദുബ്ഹ ഇങ്ങനെ ഒരു കിതയ്ക്കുമ്പോ ഇങ്ങനെ ഒരു കിതപ്പിന്റെ ശബ്ദം നമ്മൾ ഉണ്ടാവില്ലേ? അപ്പൊ ആ കിതച്ചുകൊണ്ട് ഓടുന്നവയാണ് സത്യം. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഫൽമൂരിയാതി ഖദ്ഹ. ഫൽമൂരിയാതി, മൂരിയാതി. ഓക്കെ, മൂരിയാത്തി എന്താണ്? കത്തിക്കുന്ന അല്ലെങ്കിൽ തീപ്പൊരി പറപ്പിക്കുന്ന. മൂരിയാത്തി, മൂരിയാത്തി. ഫൽ മൂരിയാത്തി, അങ്ങനെ മൂരിയാത്തി തീപ്പൊരി പറപ്പിക്കുന്നവ. എന്താണ്? ഉരസിക്കൊണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആദിയാത്തി സ്ത്രീലിംഗമാണ് അല്ലെ. ആത്തി വന്നില്ലേ? നമ്മൾ പറയല്ലേ മുഅ്മിനത്തുൻ മുഅ്മിനാത്തുൻ. കണ്ടോ? അപ്പൊ മുഅ്മിനാത്തി ഉണ്ടോ? ആയത് ഉണ്ടോ? അങ്ങനെയാണ്. അപ്പൊ വൽ ആദിയാത്തി അപ്പൊ ഒരു സ്ത്രീലിംഗ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. വൽ ആദിയാത്തി ദുബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ. അങ്ങനെ തീപ്പൊരി പറപ്പിക്കുന്നവ. എങ്ങനെ? ഖദ്ഹ, ഉരസിക്കൊണ്ട്. അപ്പൊ നമുക്കറിയാം കുതിരയുടെ ഈ പല മൃഗങ്ങളുടെയും കാലിന്റെ അടിയിൽ കുളമ്പില് നമ്മൾ എന്താണ് ലാടം അടിക്കും അല്ലെ. അതിന് ബലപ്പെടുത്താനായിട്ട് ലാടം അടിച്ച് തറയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിങ്ങനെ ഓടുമ്പോ എന്തായിരിക്കും? അത് പോകുന്ന വഴികളിലെ കല്ലിലും മറ്റ് സാധനങ്ങളിലൊക്കെ ഉരസിയിട്ട് തീപ്പൊരി പാറും അല്ലെ. അപ്പൊ അതിന്റെ വേഗതയാണ് കാണിക്കുന്നത്, അതിന്റെ തീവ്രതയാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെയാ തീപ്പൊരി പറപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ തായ്ക്കാണോ താ മർബൂത്തായ്ക്കാണോ സ്ത്രീലിംഗം വരുന്നത്? രണ്ടും ഒന്നാണോ? രണ്ടും ഒന്ന്. കാരണം ക്ലോസ്ഡ് താ വരുമ്പം ഏകവചനം കാണിക്കും, ഇത് ബഹുവചനത്തിൽ കാണിക്കാണ് ആത്തി പറയുന്നത്. നോർമലി ഒരു സ്ത്രീലിംഗം മനസ്സിലാക്കുന്നത് ക്ലോസ്ഡ് തായിലൂടെയാണ്. ഓക്കെ, അതിന്റെ ബഹുവചനമായിട്ട് വരുമ്പോഴാണ് ആത്തി ആത്തു നമ്മൾ കാണുക, തുറന്ന താ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഫൽ മൂരിയാതി ഖദ്ഹ, അങ്ങനെ തീപ്പൊരി പറപ്പിക്കുന്നവ. എങ്ങനെ? ഉരസിക്കൊണ്ട്. ഖദ്ഹ, ക്ലിയർ ആണോ? ഖദ്ഹ, ഉരസിക്കൊണ്ട് തീപ്പൊരി പറപ്പിക്കുന്നവ. ഫൽ മുഗീറാത്തി, എന്നിട്ടോ അങ്ങനെ മുഗീറാത്തി ആക്രമണം നടത്തുന്നു. മുഗീറാത്തി അഗാറ കേട്ടോ, അതിനാണ് മുഗീറാത്തി. അപ്പൊ മുഗീറാത്തി കാണുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവും? ഇപ്പൊ എന്താണ് ഫാത്തിഹൻ മഫ്തൂഹൻ എന്ന് പറയും പോലെ അല്ലെ. ആ ഒരു എന്താണ് നടത്തുന്നവ, അതിനെ എടുത്തു പറയലാണ്, ആ കർമ്മത്തെ എടുത്തു പറയലാണ് അല്ലെ. ഫൽ മുഗീറാത്തി സുബ്ഹ. സുബ്ഹ എല്ലാവർക്കും അറിയാം.
പ്രഭാതത്തിൽ. അപ്പൊ എല്ലാവരും ഉണർന്ന്, ഇപ്പൊ എല്ലാരും രാവിലെ എണീക്കൂല അല്ലെ? അപ്പൊ എണീക്കുന്നതിന് മുന്നേ എല്ലാവരും ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അങ്ങനെ ആക്രമണം നടത്തുന്നു. എവിടെ ആക്രമണം നടത്തുന്നു? ഫഅസർന ബിഹി നഖഅ, അങ്ങനെ അവ പൊടിപടലവും ഇളക്കി വിട്ടുകൊണ്ട് ഫവസത്ന ബിഹി ജംഅ, ശത്രു സംഘത്തിന്റെ മധ്യത്തിലേക്ക് അവ കടന്നു ചെല്ലുന്നു. അപ്പൊ ഇവിടെ ഒന്നുകൂടെ നോക്കിയേ. ഫൽ മുഗീറാത്തി, അങ്ങനെ ആക്രമണം നടത്തുന്നു. സുബ്ഹ, പ്രഭാതത്തിൽ, പ്രഭാതവേളയിൽ. ഫഅസർന ബിഹി നഖഅ, അങ്ങനെ അവ എന്ത് ചെയ്യുന്നു? അസർന, ഇളക്കി വിടുന്നു. അസർന ബിഹി, അവിടെ. ബിഹി, അവിടെ. ബി കൊണ്ട്, ഇക്ക് എന്ന് പറയില്ലേ? ബി എന്താണ്? കൊണ്ട്, ഇൽ എന്നൊക്കെ പറയില്ലേ? ബി നാമത്തിൽ നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞു അല്ലെ? ബിഹി, അപ്പൊ അവിടെ അതിൽ എന്നുള്ളത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. നഖഅ എന്താണ്? പൊടിപടലം. അങ്ങനെ അവ ഇളക്കി വിടുന്നു. പിന്നെന്താണ്? ഫവസത്ന ബിഹി, എന്നിട്ട് എവിടെ അവ കടന്നു ചെല്ലുന്നത്? മധ്യത്തിൽ. എങ്ങനെ? വസത്ത്, നമ്മൾ പറയല്ലേ വസത്താണ് ഇസ്ലാം. എന്താണ്? മധ്യത്തിലാണ്. അതായത് തീവ്രതയുടെയും ജീർണതയുടെയും ഇടയ്ക്കാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അല്ലെ? എപ്പോഴും ഇസ്ലാം അങ്ങനെയാണ്, വസത്ത്, മദ്യം എന്നുള്ളത്. വസത്തിന് ഇവിടെ എന്താണ്? ബിഹി ജംഅ, ശത്രു സംഘത്തിന്റെ മധ്യത്തിൽ. ഓക്കെ, ഫവസത്ന, എന്നിട്ട് അവൻ നടുവിൽ കടന്നു ചെല്ലുന്നു. അതായത് നടുവിലെത്തി എന്ന് പറയുന്നതാണ്. ഫവസത്ന ബിഹി, അവിടെ അത് നടുവിൽ. ഏതിന്റെ നടുവിൽ? ജംഅ, ശത്രു സംഘത്തിന്റെ നടുവിൽ കടന്നു ചെല്ലുന്നു. ജംഅ കണ്ടോ? നമ്മൾ പറയല്ലേ ഒരു വാക്കിന്റെ ജംഅ കണ്ടോ? ജംഅ കൂട്ടം, സംഘം കേട്ടോ. ബഹുവചനത്തിന് ജംഅ എന്ന് പറയും. ജംഅ ഒരുമിച്ച് കൂട്ടി, ജമാ പറയും അല്ലെ? ജമാ ഒരുമിച്ച് കൂട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? കുതിരയുടെ അതിന്റെ ശക്തി, അതിന്റെ ആർജവം, അതിന്റെ തീവ്രത, അതിന്റെ യജമാനോടുള്ള സ്നേഹം അത് കാട്ടുകയാണ് അല്ലെ? ഒരു എന്താണ്? യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന്റെ സമയത്ത് അവ എങ്ങനെയാണ് അത് കാണിക്കുക, അതിന്റെ യജമാനോടുള്ള സ്നേഹം എന്ന്. ഇനി ഇവിടെ മനുഷ്യനാകട്ടെ എന്താണ് അവസ്ഥ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയം മനുഷ്യൻ ലിറബ്ബിഹി, തന്റെ നാഥനോട്. നമ്മൾ ഇന്ന പഠിച്ചു അല്ലെ? ഇന്ന പഠിച്ചു. അൽ ഇൻസാൻ, ഇൻസാൻ പറയാം അല്ലെ? മനുഷ്യൻ ലിറബ്ബിഹി, തന്റെ നാഥനോട്. അറിയാലോ? ലി റബ്ബിഹി, മൂന്നെണ്ണം ചേർന്നിട്ടാണ്. ലി പ്ലസ് റബ്ബ് പ്ലസ് ബു. അപ്പൊ ലി റബ്ബിഹി, ലി വന്നപ്പോ റബ്ബി എന്നായി അല്ലെ? അപ്പൊ ലി റബ്ബിഹി, തന്റെ നാഥനോട്. ലകനൂദ്, ലാ വന്നപ്പോ ഇന്നയും ലായും ഒരുമിച്ച് വന്നു കേട്ടോ. ഇന്ന വന്നപ്പോ ലായും വന്നു. നിശ്ചയമായും, വീണ്ടും സ്ട്രെസ് ചെയ്യാൻ വേണ്ടിട്ട്, നിശ്ചയമായും നന്ദിയില്ലാത്തവനാണ്, നന്ദി കെട്ടവനാണ്. കനൂദാണ് അല്ലെ? കനൂദ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരാൾക്ക് പറയാം. ഒരാൾ പറയോ അർത്ഥം? ആർക്ക് പറയാം? ഇതുവരെ പറയാത്ത ഒരാൾ പറഞ്ഞേ. ആരുണ്ട്? ഞാൻ പറയട്ടെ. ആദിയാത്തി, ഓടുന്നവയാണ് സത്യം. ലോബഹ, കിതച്ചുകൊണ്ട്. ഫൽ മൂരിയാത്തി, അങ്ങനെ തീപ്പൊരി പറപ്പിക്കുന്നവയുമാണ്. കദഹ, ഉരസിക്കൊണ്ട്. ഫൽ മോയിറാത്തി സുബഹ, ഫൽ മോയിറാത്തി, അങ്ങനെ ആക്രമണം നടത്തുന്നവയുമാണ്. സുബഹ, പ്രഭാതത്തിൽ. ഫഅസർന ബിഹി നഖഅ, ഫഅസർന, അങ്ങനെ ഇളക്കി വിടുന്നു. ബിഹി, അവിടെ. നഖഅ, പൊടിപടല. ഫവസത്ന, എന്നിട്ട് അവർ നടുവിൽ കടന്നു ചെല്ലുന്നു. ബിഹി, അവിടെ. ജംഅ, ശത്രു സംഘത്തിന്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ. ലിറബ്ബിഹി, തന്റെ നാഥനോട്. ലകനൂദ്, നന്ദിയില്ലാത്തവനാണ്. അതായത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വൽ ആദിയാതി ദബ്ഹ, നീട്ടി നിർത്തുക. എന്താ കാരണം? ഇരട്ട ഫത്തഹാണ് അവസാനിക്കുന്നത്, ഒപ്പം ഒരു അലിഫുണ്ട് അല്ലെ? അപ്പൊ അവിടെ മദ്ദുൽ ഇവദ് എന്നുള്ള നിയമമാണ്. അപ്പൊ രണ്ടളവ് നീട്ടി തന്നെ നിർത്തണം. സാധാരണ നമ്മൾ സുക്കൂൻ കൊടുത്ത് നിർത്താറാണ് പതിവ് അല്ലെ? ക്ലോസ് താ വരുമ്പോഴും ഹാക്ക വരുമ്പോ സുക്കൂൻ കൊടുത്ത് നിർത്തും, ഹാന്നാക്കി നിർത്തും. പക്ഷെ ഇവിടെ എന്താണ്? എങ്ങനെ? ഇരട്ട ഫത്തഹ പ്ലസ് അലിഫാണ്. ഫത്തഹ തൻവീൻ വന്നതുകൊണ്ട് എന്താവും? അവിടെ മദ്ദുൽ ഇവദ് ആണ്. നീട്ടി രണ്ട് അളവ് നീട്ടി നിർത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരാൾ കൂടെ തെറ്റുണ്ടായിരുന്നോ?
അല്ല ഞാൻ പറയാണ്, പൊതുവെ നീട്ടി നിർത്തുക. ഇപ്പൊ അർത്ഥം പറഞ്ഞു പോകുമ്പോ നമ്മളങ്ങ് വലുതായിട്ട് നീട്ടാറില്ലല്ലോ. ഓതുമ്പോ ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിയമം വരാറുണ്ട്. എങ്ങനെ ഫത്തഹ തൻവീനിൽ അവസാനിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നീട്ടി പാരായണം ചെയ്യണം, രണ്ടളവ്. ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ ഇനി ഒരാളോട് അർത്ഥം പറയാവോ? വൽആദിയാത്തി ദദ്ഹ, ഓടുന്നവയെ സത്യം, ദദ്ഹ കിതച്ചുകൊണ്ട്. വൽമൂരിയാത്തി, അങ്ങനെ തീപ്പൊരി പറപ്പിക്കുന്നവ, ഖദ്ഹ ഉരസിക്കൊണ്ട്. വൽമുഗീറാത്തി, അങ്ങനെ ആക്രമണം നടത്തുന്നവ, സുബ്ഹ പ്രഭാതത്തിൽ. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറൻ ബിദാത്ത. ഇനി അടുത്തൊരാൾ പറഞ്ഞേ, ഓതാത്ത ഇതുവരെ പറയാത്ത ഒരാള്. ഞാൻ പറയട്ടെ. ആ, ഫഅഥർന, അങ്ങനെ അവ ഇളക്കി വിടുന്നു, ബിഹി അവിടെ, നഖ്വ പൊടിപടലം, ഫവസത്ന എന്നിട്ടവ നടുവിൽ കടന്നു ചെല്ലുന്നു, ബിഹി അവിടെ, ജംഅ ശത്രു സംഘത്തിന്റെ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. ഇനി അടുത്തൊരാൾ പറഞ്ഞേ, പറയാത്തൊരാള്. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ലിറബ്ബിഹി, തന്റെ നാഥനോട്, ലകനൂദ്, നന്ദിയില്ലാത്തവനാണ്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അടുത്തൊരാൾ ആർക്ക് പറയാം? ഈ വേർഡുകളൊക്കെ അറിയുന്നുണ്ടോ? കൊണ്ട് ഓടുന്നവയാണ് സത്യം. അങ്ങനെ തീപ്പൊരി പാറിപ്പിച്ചു ഉരസിക്കൊണ്ട്. ഫൽ മുഗീറാത്തി സുബ്ഹ, പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ. ഫഅസർന ബിഹി നഖ്ഹ, അങ്ങനെ അവ ഇളക്കി വിടുന്നു, പൊടിപടലം ഇളക്കി വിട്ടുകൊണ്ട്. ഫവസത്തിന ബിഹി ജംഅ, ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് അവ കടന്നു ചെല്ലുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. ഇത് തമ്മിൽ ഉപമിച്ചതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായല്ലോ അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ജമായും ജുമായും തമ്മില് എങ്ങനെ? ജമായും ജുമായും. ജുമുഅ നമ്മളിപ്പോ ജമാ എന്ന് പറയുമ്പോൾ എന്താണ്? കൂട്ടി അല്ലെ? ജമാ ഒരുമിച്ച് കൂട്ടി ജംഉൻ കൂട്ടൽ അല്ലെങ്കിൽ സംഘം എന്ന് പറയും. ജുമുഅ എന്ന് പറയുമ്പോഴും നമുക്ക് എന്താണ് ആ പങ്കെടുക്കുന്ന ജുമുഅ അല്ലെ? ജുമുഅക്ക് പങ്കെടുത്തു അല്ലെ? മാഷാ അല്ലാഹ്, അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചറൊരു സംശയം, ഈ മൂരിയാത്തി മൊയ്റാത്തി എന്നൊക്കെ അതിന്റെ ഒന്നാമത്തെ പദം ഏതാ? ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് മൂരിയാത്തിയുടേത് എന്താണ്? ഒരു സെക്കൻഡ്. മൂരിയാത്തി എന്ന് പറഞ്ഞത് അതില് ഔറ എന്നുള്ള വാക്കാണ് വരുന്നത്. അത് നമ്മളിപ്പോ പഠിക്കില്ല, അതൊക്കെ പിന്നെ പോ പഠിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളല്ലേ, നമ്മൾ കൊച്ചു സ്റ്റാൻഡേർഡിലല്ലേ അങ്ങനെയാ വരുന്നത്. ഇപ്പൊ മൊഹീറാത്തി, ആടിനോ കാളയ്ക്ക് അങ്ങോട്ട് മൂരി എന്ന് പറയുന്നൊരു. അതെ അതെ, മൂരി. അതോടെ മലയാളത്തില് മൂരി എന്ന് പറയും അല്ലെ? അതെ അതെ. അതുപോലെ മൊഹീറാത്തി എന്ന് പറയുമ്പം എന്നുള്ള പദമാണ് അതിന്റെ റൂട്ട് വേർഡ് ആയിട്ട് ആദ്യത്തെ പദം വരുന്നത്. ഫസ്റ്റ് പദം പാസ്റ്റ് ടെൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഉണ്ട്. നമ്മളിപ്പോ പഠിച്ചു കൊടുത്ത് പോകുമ്പോൾ മെല്ലെ മെല്ലെ അതിലേക്ക് പോകും. ഇതൊക്കെ ഒറ്റപ്പെട്ട വരുന്ന വാക്കുകളായതുകൊണ്ട് അതിപ്പോ എടുക്കില്ല. നമ്മൾ ഇനി അടുത്ത ഓരോ സ്റ്റെപ്പുകൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മള് പാരന്റിങ് ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഫതഹ യഫ്തഹു, ളറബ യദ്രിബു, സമിഅ യസ്മഉ അല്ലെ? അങ്ങനെ നിൽക്കുകയാണ്. ഇനി ഒരു ഗ്രൂപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്കും ആ നാല് ഒരേപോലത്തെ ഇത് പാരന്റിങ് ഗ്രൂപ്പ് നമ്മൾ തീരും. പിന്നെ അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കും. അത് ഇൻഷാ അല്ലാഹ് 21 രൂപം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഓരോ വേർഡുകളും വ്യത്യസ്തമായിട്ട് വരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഇപ്പൊ പോ പഠിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ചോദിച്ചതിൽ സന്തോഷമായിട്ടാണ്. ചോദിക്കണം, നമ്മൾ ചോദിക്കുന്നതോറാണ് മനസ്സിലാക്കുക, പഠിക്കാൻ പറ്റുക. അൽഹംദുലില്ലാഹ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഇന്നത്തെ വെർബില് നമ്മൾ പഠിക്കുന്ന എന്താണ്? ആമില അല്ലെ? നമ്മൾ പറഞ്ഞു സമിഅ, ആലിമ. ഇപ്പൊ പറഞ്ഞെന്താണ്? ആമില അല്ലെ? ആമില. നോക്കാം. റെഡി? എല്ലാം റെഡിയാണോ? പോവാമോ? വെർബിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ എല്ലാരും?
Yes, കേൾക്കുന്നുണ്ട് അപ്പൊ കേൾക്കുന്നുണ്ട്. അമില എങ്ങനെയാ പറയാ? ആർക്ക് പറയാം? അമില, നോക്കി പറഞ്ഞു. അമിൽത്തും, അമിൽത്തു, അമിൽന. ആ, യഅമലു, യഅമലൂന. തഅമലു, തഅമലൂന. അഅമലു, നഅമലു. യഅമൽ, യഅമലു. ലാ തഅമൽ, ലാ തഅമലു. ആലിമുൻ, മഅമൂലുൻ, അമലുൻ. ഹിയ എങ്ങനെ? ഹമലുൻ, ആമിലുൻ. എങ്ങനെ? ആമിലുൻ, ആമിലുൻ. മഅമൂലുൻ, ആ, അമലുൻ. ആമലുൻ. മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്. ഹിയ ജസാക്കല്ലാഹ്. ഹിയ അമലത്, ഹിയ ഹിയ തഅമലു. ഹിയ ആമിലത്ത്. എന്നുള്ള വേർഡാണ്. അപ്പൊ ആമിലത്ത്. ഓക്കെ, ഇത് സ്ക്രീൻ കണ്ടില്ലായിരുന്നോ? സ്ക്രീൻ നോക്കിയേ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ, ആമിലത്ത് കണ്ടോ? ആമിലത്ത് ഹിയ തഅമലു. മാഷാഅല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈറ. ഒരാളൂടെ പറഞ്ഞേ, അടുത്തൊരാള്, പറയാത്ത ഒരാൾ പറഞ്ഞേ. ഇതുവരെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും അല്ലെ? ഒന്ന് പറഞ്ഞു നോക്കി പറഞ്ഞോളൂ. അമിലു, അമിൽത്ത, അമിൽത്തും, അമിൽത്തു, അമിൽന. യഹ്മലു, യഹ്മലൂന. തഹ്മലു, തഹ്മലൂന. ഇഹ്മൽ, അഹ്മൽ, നഹ്മൽ. അല്ല, അമലു നഅമലു. തൊണ്ടയുടെ മധ്യമാണ്. യഅമലു, യഅമലൂന, തഅമലു, തഅമലൂന, അഅമലു, നഅമലു. ഓക്കെ. ഇഹ്മിൽ, ഇഹ്മിലു. ലാ തഹ്മിൽ, ലാ തഹ്മിലു. ഇല്ല, ഇത് ഒന്നുകൂടെ നോക്കി പറഞ്ഞേ. യഅമൽ, യഅമലു. ലാ തഅമൽ, ലാ തഹ്മൽ, ലാ തഅമലു. ആമിലും മഹ്മൂലും ആമിലും. മഹ്മൂലുൻ ആമിലും. മഅമൂലുൻ അമലുൻ. അമലുൻ നോക്കി പറഞ്ഞേ. പത്തം കസറൊക്കെ മാറുമ്പോ മീനിങ് മാറും കേട്ടോ. അതുകൊണ്ടാണ് അമലുൻ. എന്താണ്? ഹിയ ആമിലത്ത്. അമില എന്നുള്ളതാണ് ആദ്യത്തെ വേർഡ് അല്ലേ? പാർട്ടൻസ് ആദ്യത്തെ വേർഡ് അമില എന്നാണ്. അതിനെ ചെയ്യുമ്പോ ആമിലത്ത്. ഓക്കെ. ആമിലത്ത് നോക്കിയേ. ആമിലുൻ, മഅമൂലുൻ, അമലുൻ. ഹിയ ആമിലത്ത്, ഹിയ തഅമലു. ആർക്കെങ്കിലും കാണാൻ പറയാൻ പറ്റുമെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ നോക്കി പറയാം. ഇതുവരെ പറയാത്ത ഞാൻ പറയാം. ആ, ശബാന പറയാം. അമില, അമിലു, അമിൽത്ത, അമിൽത്തും, അമിൽത്ത്, അമില. യഅമലു, യഅമലൂന. തഅമലു, തഅമലൂന. അഅമലു, നഅമലു. യഅമൽ, യഅമലു. ലാ തഅമൽ, ലാ തഅമലു. ആമിലുൻ, മഅമൂലുൻ, അമിലുൻ, അംലുൻ. ആമലുൻ. ഹിയ അമിലത്ത്, ഹിയ തഅമലു. മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്. ഓക്കേ. അധിക പേർക്കും മാറിപ്പോന്ന് വെച്ചാല് ഹിയ ചേർത്ത് പറയുമ്പോഴാണ്. അവർക്ക് മാം പറഞ്ഞ ആ സൂത്രം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഫസ്റ്റ് എന്താണോ വരുന്ന ആ വേർബിൽ ആ ഇതിനോടുകൂടി ഒരു ത് ചേർത്താൽ മതിയല്ലോ. അതെ. അതായത് നമ്മൾ ആദ്യത്തെ വേർഡ് ആമില എന്നാണ് അല്ലെ? പാസ്റ്റിന്റെ ആദ്യത്തെ വേർഡ്. അതിന്റെ കൂടെ ഒരു താ സുക്കുൻ ഇട്ട് വെച്ചു കൊടുത്താല് ആമിലത്ത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് തെറ്റേയില്ല. ഏത് വേർഡിനും ഏത് വെർബിനും അതിന്റെ പാസ്റ്റ് ടെൻസിന്റെ, അതായത് പൂർണ്ണക്രിയയുടെ ആദ്യത്തെ രൂപത്തിന്റെ കൂടെ താ സുക്കുൻ ഇട്ട് വെച്ചു കൊടുത്താൽ എന്താവും? സ്ത്രീലിംഗാവും അല്ലെ? അവൾ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അവൾ അറിഞ്ഞു, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. താ സുക്കുൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഓക്കെ. അപ്പൊ തെറ്റേ ഇല്ല. അതുപോലെ ഫതഹത്ത്, ലറബത്ത്, അങ്ങനെ ഏത് വേർഡിനും താ സുക്കുൻ കൂടെ വെച്ചു കൊടുത്താല് എന്താവും? അത് സ്ത്രീലിംഗ പാസ്റ്റ് ടെൻസ് അല്ലെ? പൂർണ്ണക്രിയ ആവും. അത് അപൂർണക്രിയ ആവണമെങ്കിലോ അല്ലെങ്കിൽ ഭാവികാലം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നോക്കുമ്പോ യഅമലു തഅമലു ഉണ്ടോ? തഅമലു. ഈ ഭാഗം കണ്ടോ? തഅമലു. ഈ തഅമലുവിന്റെ കൂടെ എന്താണ്? അതേ വേർഡ് തന്നെയാണ്. ഈ തഅമലു എന്നുള്ള അതേ വേർഡ് തന്നെയാണ് സ്ത്രീലിംഗത്തിനും അവൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ അവൾ പ്രവർത്തിക്കും. തഅമലു അത് തന്നെയാണ്. ആമിലത്ത് പാസ്റ്റ് ടെൻസ്, തഅമലു പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, ക്ലിയർ എല്ലാവർക്കും? ആമില കുട്ടികളെ മറുപടി ക്ലിയർ ആണ്. ഇതിനില്ല. റഹിമ കരുണ ചെയ്തു. റഹിമ ആർക്ക് പറയാൻ നോക്കി പറഞ്ഞേ. ഇതുവരെ പറയാത്ത ഒരാൾ. റഹിമ, റഹിമു. റഹിംത, റഹിംതും.
റഹിംതു റഹിംന, യർഹം യർഹമൂന, തർഹമു തർഹമൂന, അർഹമു നർഹമു. ഇർഹം ഇർഹമു, ലാ തർഹം ലാ തർഹമു. റാഹിമുൻ മർഹൂമുൻ, റഹ്മത്തുൻ റഹ്മത്തുൻ. മാഷാഅല്ലാഹ്. അപ്പൊ നമുക്ക് റഹ്മത്ത് വന്നത് കണ്ടോ? എവിടെന്നാ വന്നത്? റഹിമയിൽ നിന്നാണ് അല്ലെ? റഹിമ റഹിമു. ഇനി ഒരാളോട് പറഞ്ഞേ. റഹിമ റഹിമു, റഹിംത റഹിംതും, റഹിംതു റഹിംന, യർഹമു യർഹമൂന, തർഹമു തർഹമൂന, അർഹമു നർഹമു. ഇർഹം ഇർഹമു, ലാ തർഹം ലാ തർഹമു. റാഹിമുൻ മർഹൂമുൻ, റഹ്മത്തുൻ. റഹ്മത്തുൻ. ഹിയ റഹ്മത്ത് തർഹമു. ഹിയ തർഹമു. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പൊ നമ്മള് സമീഅ ഗ്രൂപ്പിൽ ആരൊക്കെയാ പഠിച്ച? സമീഅ, അലിമ, അമില അല്ലെ, റഹിമ. ആണോ? ക്ലിയർ ആണോ? ഓക്കെ, റഹിമ ഒരാളൂടെ പറഞ്ഞേ. റഹിമ പറ്റുമോ നോക്കിയേ, നോക്കി പറയും. പറയാവോ? ആർക്ക് പറയാം? പറഞ്ഞാള് പറയണ്ടല്ലോ. വേണ്ട, പറയാത്ത ഒരാൾ, അവർക്കുള്ള ചാൻസ് കൊടുക്കും. റഹിമ റഹിമു, റഹിംത റഹിംതും, റഹിംതു റഹിംന, ഇർഹമു ഇർഹമൂന, തർഹമു തർഹമൂന, അർഹമു നർഹമു. ഇർഹം ഇർഹമു, ലാ തർഹം ലാ തർഹമു. റാഹിമുൻ മർഹൂമുൻ, റഹ്മത്തുൻ, ഹിയ റഹിമത്ത്, ഹിയ തർഹമു. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്, അഹ്സൻതി. ഓക്കേ, അപ്പൊ എല്ലാം ക്ലിയർ ആണല്ലോ? ആയത്തുകളൊക്കെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? വാക്കുകൾ കാരണം ഇതെന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം, നോട്ട് എഴുതണം എല്ലാവരും. നമ്മള് മൂന്നാമത്തതില് റഹീം റഹ്മത്തുൻ എന്ന് പറഞ്ഞില്ലേ? സാധാരണ അങ്ങനെയല്ലല്ലോ ഉണ്ടാവല്. അത് എങ്ങനെയാ മനസ്സിലാവും? മാറ്റം വരാം. അങ്ങനെയെല്ലാം ഒരേ പാറ്റേൺ ആവണമെന്നില്ല, മാറാം. നമ്മൾ അങ്ങനെ പഠിക്കണം അല്ലെ? അതെ അതെ അതെ, തരുന്നത് പോലെ പഠിക്കുക. തരുന്നത് പോലെ പഠിക്കുക കേട്ടോ. അത് കാരണം എല്ലാത്തിലും കർത്തൃനാമം കർമ്മം ഒക്കെ പിന്നെ ചെറിയ വേരിയേഷൻ വരാം, അല്ലെങ്കിൽ ഇത് ക്രിയാധാതു ഒക്കെ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് തരുന്നത് പോലെ പാറ്റേൺ പഠിക്കുക. ബാക്കിയെല്ലാം നമുക്ക് ഒരേ ഇതായിരിക്കും കേട്ടോ. കൂടുതൽ മാറ്റം വരുന്നത് ക്രിയാധാതുവിലാണ് മിക്കവാറും മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെയാണ്, ക്രിയാധാതുവിലാണ്. പിന്നെ പോ പാറ്റേണുകൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വെർബുകളിലും അത് വരും. ഇൻഷാല്ലാഹ് വഴിയെ പഠിക്കാം. ആ മാറ്റങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. അപ്പൊ നമ്മൾ ഇനി ഇന്ന് ഇതാകണ്ട, നമ്മുടെ പച്ചകളൊക്കെ കൂടുതൽ തെളിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാഹ്. അതുകൂടെ നോക്കിയിട്ട് പോവാം അല്ലെ? ഇൻഷാല്ലാഹ്. ഓക്കെ, റെഡിയാണോ? ഓക്കെ, റെഡിയാണോ? ഇവിടെ നോക്കിയേ, കാണുന്ന പച്ചകൾ ഏതാ? കുൽ. അർത്ഥം പറഞ്ഞേ. പറയൂ. നീ പറയൂ. ഒരാളോട് പറയുന്നതാണ് അല്ലെ? ഓക്കെ. വമാ കാന മിനൽ മുശ്രിക്കീൻ. വമാ ഇല്ല എന്ന് പറയാം. കാന മിനൽ മുശ്രിക്കീൻ അറിയാം. നിങ്ങൾക്ക് എന്താ പറഞ്ഞേ? മുശ്രിക്കുകളിൽ പെട്ടവനല്ല അല്ലെ? മുശ്രിക്കുകളിൽ പെട്ടവനല്ല. പിന്നെന്താണ്? ബില്ലാഹി. എന്താ അർത്ഥം പറഞ്ഞേ? അള്ളാഹുവിനെ കൊണ്ടല്ലേ. അൻസല ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വ ഇസ്മായില. ഇലൈന അർത്ഥം പറഞ്ഞേ. ഇലൈന നമ്മിലേക്ക്. ഇലൈന ഞങ്ങളിലേക്ക്. ഞങ്ങൾക്കാണോ? ഇലൈന ഞങ്ങളിലേക്ക്. വമ എന്നാണോ അത് അല്ലെ? വമ ഇലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയിലേക്ക്, ഇസ്ഹാഖ് നബിയിലേക്ക് അല്ലെ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ? അപ്പൊ അലൈഹിസ്സലാം മൊത്തം എല്ലാവർക്കും കൂടി അലൈഹിസ്സലാം പറയാം അല്ലെ? നമുക്ക് അലൈഹിമുസ്സലാം. വൽ അസ്ബാത്തി വമാ അസ്ബാത്തി വമാ ഊതിയ മൂസ വ ഈസ. വമാ എന്താണോ ഒന്ന് അല്ലെ? അതാണ് മൂസ വ ഈസ. വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം.
നബിയൂന എന്ന് പറഞ്ഞാൽ നബിയുടെ ബഹുവചനം നബിയൂന മിർ റബ്ബിഹിം. എന്താ അർത്ഥം മിർ റബ്ബിഹിം? അവരുടെ അവരുടെ രക്ഷിതാവിൽ നിന്ന് മിർ റബ്ബിഹിം ലാ ഇലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും. അഹദിൻ എന്താണ്? ഒരുവൻ, ഒരാളും അല്ലെ. അഹദിൻ മിൻഹും അവരിൽ നിന്ന് അല്ലെ. മിൻഹും അവരിൽ നിന്നും. വനഹ്നു ലഹു മുസ്ലിമൂൻ. എന്താ അർത്ഥം? വനഹ്നു ലഹു ഞങ്ങൾ ലഹു മുസ്ലിമൂൻ അനുസരിക്കുന്നു അല്ലെ. ലഹു മുസ്ലിമൂൻ കീഴടങ്ങുന്നവരാണ്. ഫഇൻ ആമനു, ഫഇൻ അപ്പോൾ, എങ്കിൽ അല്ലെ, എന്നാൽ ആമനു അവർ എന്താണോ അത്, ബിഹി അതിനെ കൊണ്ട്, അല്ലെങ്കിൽ അവനിൽ എന്ന് പറയാം, അവനെ കൊണ്ട്, അല്ലെങ്കിൽ അതിൽ എന്താണ് വൈൻ എന്താണ് എങ്കിൽ അല്ലെ. വൈൻ തവല്ലോ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. ഹും എന്താ അർത്ഥം? അവർ ഫീ ഇൽ അല്ലെ. ഫീ ഇൽ ഫീ ശിഖാഖ്. ഇപ്പൊ ആ വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാവും. അല്ലാഹു വഹുവസ് സമീഉൽ അലീം. വഹുവസ് സമീഉ അർത്ഥം അറിയുന്നവരാണ്. സമീഉൽ അലീം എല്ലാം കേൾക്കുന്നവനും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാവുന്നു. ഇത്രയും വാക്കുകൾ നമുക്ക് മനസ്സിലായി അല്ലേ? അല്ലേ? അൽഹംദുലില്ലാ. ഇനിയും വരും കേട്ടോ. അടുത്തത് അല്ലാഹി വമൻ. വമൻ എന്താണ്? ആര്. വമൻ ആര്, അല്ലെങ്കിൽ ആരാണോ ഒരുവൻ. വമൻ അഹ്സനു മിനല്ലാഹി. മിനല്ലാഹി അല്ലാഹുവിനെ കൊണ്ട്. അല്ലാഹുവിനെ കൊണ്ട്. നിന്നല്ലേ. മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്. വനഹ്നു ലഹു ആബിദൂൻ. എന്താണ്? വനഹ്നു ഞങ്ങൾ അവന് ആബിദൂൻ. ആബിദൂൻ എന്താണ് അർത്ഥം? അനുസരണമുള്ള അടിമകളാണല്ലേ. ആബിദൂൻ അല്ലെ. ആബിദൂൻ. ഖുൽ എന്താ അർത്ഥം? നീ പറയൂ. ഫില്ലാഹി വഹുവ റബ്ബുന വറബ്ബുക്കും. അല്ലാഹുൽ എന്താണ്? വഹുവ റബ്ബുന. അർത്ഥം പറഞ്ഞേ. വഹുവ റബ്ബുന അവൻ ഞങ്ങളുടെ റബ്ബാണ്. അവൻ ഞങ്ങളുടെ റബ്ബാണ്. വറബ്ബുക്കും എന്താ അർത്ഥം? നിങ്ങളുടെ റബ്ബുമാണ്. അപ്പൊ ഞങ്ങളുടെ റബ്ബുമാണ്, നിങ്ങളുടെ റബ്ബുമാണ്. വലനാ അഅമാലുന വലക്കും അഅമാലുക്കും. അർത്ഥം പറഞ്ഞേ. വലനാ അഅമാലുന. ഞങ്ങൾക്ക് അഅമാലുന ഞങ്ങളുടെ കർമ്മങ്ങൾ അല്ലെ. അമലിന്റെ ബഹുവചനമാണ് അഅമാൽ. അഅമാലുന വലക്കും അഅമാലുക്കും. വലക്കും എന്താ അർത്ഥം? നിങ്ങൾക്ക് അഅമാലുക്കും നിങ്ങളുടെ കർമ്മം നിങ്ങൾക്ക് അല്ലെ. നിങ്ങൾക്കും നിങ്ങളുടെ കർമ്മങ്ങളും. വനഹ്നു ലഹു. വനഹ്നു ഞങ്ങൾ ലഹു അവന് മുഖ്ലിസൂൻ അല്ലെ. അവന് ഞങ്ങൾ എന്താണ്? മുഖ്ലിസൂനാണ്. ഞങ്ങൾ എന്താണ്? നിഷ്കളങ്കമായ അമലുകൾ ചെയ്യുന്നവരാണ് അല്ലെ. മുഖ്ലിസൂനാണ്. ഓക്കെ കണ്ടോ? അർത്ഥം വരുന്ന വരവുണ്ടോ? വലനാ അഅമാലുന വലക്കും അഅമാലുക്കും. കേട്ടോ? ക്രിസ്ത്യാനികളും ജൂതന്മാരോടൊക്കെ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് വഴി നമ്മൾ മനസ്സിലാക്കും. ഓക്കെ. അം തഖൂലൂന ഇന്ന ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ. കണ്ടോ? ഇന്ന വന്നപ്പോ തീർച്ചയായും ഇബ്രാഹീമ. കണ്ടോ? 10 കൊടുത്തു. ഇബ്രാഹീമ വ ഇസ്മാഈല. ഇസ്മാഈലും ഇസ്ഹാഖ് നബി വ യഹൂബ. അവരൊക്കെ എന്താണ്? വൽ അസ്ബാത കാനൂ ഹൂദൻ ഔ നസ്വാറ. കേട്ടോ? ഖുൽ അഅൻതും. അവരാരും എന്താണ്? നസാറാക്കളോ ഒന്നും അല്ല അല്ലെ. ഒന്നും അല്ല. ഖുൽ അഅൻതും പറയുക, നീ പറയൂ. അഅൻതും നിങ്ങൾ. അഅലമു അമില്ല. അഅൻതും നിങ്ങളും ആണോ? ആ വന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. അഅൻതും നിങ്ങളും ആണോ? അഅലമു ഏറ്റവും നന്നായി അറിയുന്നത്. അമില്ലാഹു അല്ലാഹു അല്ലാതെ. അമില്ല ഓർ അല്ലാഹു ആണോ? അം ഓർ എന്ന് പറയല്ലേ. ഓർ ഓ ആർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ അല്ലാഹു ആണോ? വമൻ അഅ്ലമു ആരാണ്? അമില്ലാഹു വമൻ ആരാണ്? അഅ്ലമു ഏറ്റവും വലിയ അക്രമകാരി. മിനല്ലാഹി. മിനല്ലാഹി എന്താണ്?
അള്ളാഹു ആകട്ടെ എന്താണ് ബിആഫിലിൻ, ഒരിക്കലും അള്ളാഹു അല്ല, വമല്ലാഹു അല്ല ബിആഫിലിൻ അമ്മാ തഅമലൂൻ. അമ്മ എങ്ങനെ വന്നു? അൻ പ്ലസ് മാ. അമ്മ എങ്ങനെ വന്നു? അൻ പ്ലസ് മായാണ് അമ്മ കേട്ടോ. കുറിച്ച് അമ്മ അൻമ. എന്താണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അവൻ അശ്രദ്ധനല്ല. അള്ളാഹു ഒട്ടുമേ അശ്രദ്ധനല്ല എന്ന് പറയുന്നു. പിന്നെ സംസാരിക്കുന്നവരൊന്ന് മ്യൂട്ട് ആക്കണേ, അത് സംസാരിക്കുന്നവരൊന്ന് മ്യൂട്ട് ആക്കണേ. ഓക്കെ, അമ്മ അൻ പ്ലസ് മായാണ് കേട്ടോ എല്ലാരും. അൻ കുറിച്ച് അല്ലെ, അൻ പ്ലസ് മാ, അൻ കുറിച്ച് മാ എന്താണോ എന്ന്. അപ്പൊ എന്താണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനെപ്പറ്റി തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല എന്നാണ് ഇവിടെ പറയുന്നത്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ. ലഹാ എന്താണ് അർത്ഥം? അതിന് അല്ലെ, അവൾക്ക്. ലഹാ ചേർക്കുമ്പോൾ സാധാരണ അവളെന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് എന്നുള്ളതിനും എന്താണ് ഹാ, സ്ത്രീലിംഗത്തിന് നമ്മൾ അങ്ങനെ സൂചിപ്പിക്കും അല്ലെ. ലഹാ മാ കസബത്ത്, അവരെന്താണോ കസബത്ത് എന്താ അർത്ഥം? സമ്പാദിച്ചത്. വലക്കും മാ കസബത്തും, വലക്കും നിങ്ങൾക്ക്, മാ കസബത്തും നിങ്ങൾ സമ്പാദിച്ചത്. മാഷാ അല്ലാഹ്. അപ്പൊ അവർ സമ്പാദിച്ചത് അവർക്കും, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കും. അർത്ഥം മനസ്സിലായോ? ക്ലിയർ ആണോ? ലഹാമാ കസബത്ത്, അവർക്കുണ്ട്, അവർ സമ്പാദിച്ചത് അവൾക്ക് അല്ലെ, അല്ലെങ്കിൽ അവർക്ക്. വലക്കും മാ കസബത്തും, നിങ്ങൾ എന്താണോ സമ്പാദിച്ചത് അത് നിങ്ങൾക്കും. ഓക്കെ. വലാ തുസ്അലൂന അമ്മ, വീണ്ടും വന്നു അമ്മ. എന്താ അർത്ഥം അമ്മ? അതിനെ കുറിച്ച് അല്ലെ, എന്താണോന്ന് അതിനെ കുറിച്ച്. വല ഒരിക്കലും. അമ്മ കാനു യഅമലൂൻ, കാനു അത് നമുക്ക് പഠിക്കും. യഅമലൂൻ എന്താ അർത്ഥം? അവർ പ്രവർത്തിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്നു. അപ്പം അതിനെപ്പറ്റിയും നിങ്ങളോട് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കും, അവർ പ്രവർത്തിക്കുന്നത് അവർക്കും ആകുന്നു എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ആവുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പഠിപ്പിക്കുമ്പോ എല്ലാം പഠിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, എല്ലാം മറന്നും പോകും. അങ്ങനെ പോകരുത്, നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫോണിലായോണ്ട് എടുത്ത് നോക്കാനും എളുപ്പമുണ്ട്, എടുക്കുന്നത് നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും അത് അള്ളാഹു മറപ്പിക്കില്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നല്ല ദുആ ചെയ്യുന്നുണ്ട്, പഠിക്കാനും മനസ്സിലാക്കാനും മറക്കാതിരിക്കാനും. പഠിപ്പിക്കുന്നത് ദീർഘനാൾ ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് മനസ്സിലാക്കാനില്ല. അള്ളാഹു ഹൈറാക്കി തരട്ടെ. സ്ക്രീൻ സ്റ്റോപ്പ് ആയല്ലേ? സ്ക്രീൻ ഷെയറിങ് ഷെയറും പോയി. കൂടുതൽ പഠിക്കാൻ അതനുസരിച്ച് സ്റ്റോപ്പ് ആയിക്കോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ആരെങ്കിലും ഐഫോൺ ചർച്ചയുണ്ടോ? ഹസീന മാം ചർച്ച ചെയ്യുന്നുണ്ടോ? ഐഫോൺ ഉള്ളവർ ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? അസ്സലാമു അലൈക്കും. ആസിഫ നൗഷാദ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഈ ക്ലാസ് പിന്നെ ഇനി അടുത്ത എപ്പോഴാ ഉള്ളത്? അടുത്ത ബുധനാഴ്ച നമുക്ക് ഇവിടെ റെക്കോർഡിങ്ങും ലൈവ് ക്ലാസ്സും ഉണ്ട്. അടുത്ത ബുധനാഴ്ച? എല്ലാ ബുധനും ഉണ്ട്? എല്ലാ ബുധനാഴ്ചയും ഉണ്ട്. മിസ്കാത്തിന്റെ യൂട്യൂബ് ലിങ്കിൽ പോയാൽ, യൂട്യൂബ് ചാനലിൽ പോയാൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളും കിട്ടും. മിസ്കാത്തിന്റെ യൂട്യൂബ് ചാനൽ. അതെ അതെ. എന്താ
ഞാൻ പുതിയ ആളാണ്, അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ. അപ്പൊ ഞാൻ അതെന്നെ ഇന്നത്തെ ക്ലാസിന്റെ കാര്യമാണോ? ഇന്നത്തെ ക്ലാസിന്റെ കാര്യം ഖുർആൻ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ട് ഒരു സാറ നടത്തിയിരുന്ന ബാച്ചിലെ ക്ലാസ്സസ് ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. അതിപ്പോ രണ്ടാമത്തെ സെമ്മായി. ആദ്യത്തെ സെം കഴിഞ്ഞ് രണ്ടാമത്തെ സെമ്മാണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള ക്ലാസ്സസ് മറ്റേ യൂട്യൂബ് ചാനലിലുണ്ട്. യൂട്യൂബിലോ? നിങ്ങൾ ഈ ലിങ്ക്, നിങ്ങൾക്ക് ഈ ലിങ്ക് എവിടെന്നാ കിട്ടിയത്? ഈ മീറ്റിന്റെ ലിങ്ക് കുടുംബ ഒരാൾ തന്നതാ. അവരോട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറയൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ആസിഫ മുഹമ്മദ് അല്ലേ? ആസിഫ നൗഷാദ് അങ്ങനെ പറയാ ഓരോട്. ആസിഫ നൗഷാദ്, നിങ്ങൾ ഈ ചുമപ്പ് ബട്ടൺ, ആപ്പിൾ ഫോൺ ഉള്ളവരല്ലേ, ഐഫോൺ ഉള്ളവരല്ലേ? നിങ്ങളുടെ ചുവപ്പ് ബട്ടൺ അമർത്തുമ്പോ എൻഡ് ഓൾന്ന് കാണും, അത് കൊടുക്കാട്ടോ. ജസാഖുല്ലാഹ് ഖൈറൻ കസീറ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.